എത്ര പേര് നീ പറ്റിച്ചു? ഞാൻ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഓക്കെ, ഇതിനാണ് എനിക്ക് ശരിക്കും ഉത്തരം പറയേണ്ടത്. കാരണം എനിക്ക് ഒരുപാട് കമൻറ്റ്സ് ഇതിനെ കുറിച്ച് വരാറുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്നിടെ പറയാറുണ്ട്, ബ്രോ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുക, ആൾക്കാർ ഇങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നതെന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു ആഡ് സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളും എനിക്ക് പറ്റിയ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഒരു സെക്കൻഡ് ചാനലിൽ ഒരു ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് പണ്ട്. സോ അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു കേരളത്തിലെ ഒരു വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ക്ലബിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് അവർ വന്നത്. ആ ഗെയിമൊക്കെ ലീഗലാണ്. സോ ലീഗൽ അല്ലാണ്ട് ഇവിടെ ഒന്നും കാണത്തില്ലല്ലോ എന്ന് പറയുന്നത് അവർ ആദ്യം പ്രൊമോഷൻ വന്നത്. അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ ബ്രോ ഇത് ഗാംബ്ലിംഗ് ആപ്പാണ്, ബെറ്റിംഗ് ആപ്പാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനത് റിമൂവ് ചെയ്ത് എൻ്റെ വീഡിയോയിൽ നിന്ന് അത് റിമൂവ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് പേയ്മെൻ്റ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് എൻ്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കാം. കാരണം ഒരു മാസം വീഡിയോ അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ അവർ പേയ്മെൻറ്റ് തരത്തുള്ളൂ. അത് ആ വീഡിയോ ഒരു 4 ദിവസം പോലും കടന്നില്ല. 3-ാമത്തെ ദിവസം തന്നെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ. ബ്രാൻഡ് പ്രൊമോഷനും കളഞ്ഞു, ഇതും കളഞ്ഞു. പക്ഷേ അവരിപ്പോഴും എനിക്ക് തോന്നുന്നു അവരുടെ സ്പോൺസർ തന്നെയാണെന്നാണ് തോന്നുന്നത്. സോ പിന്നെ ചെയ്തൊരു ട്രേഡിംഗ് ആപ്പിൻ്റെ ഒരു പ്രൊമോഷനാണ്. ആ ട്രേഡിംഗ് ആപ്പിൻ്റെ പ്രൊമോഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പേരൊന്നും പറഞ്ഞില്ല, വീണ്ടും പ്രൊമോഷനാണെന്ന് പറഞ്ഞ് വരാണ്ടിരിക്കാനാണ്. സോ അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് പറഞ്ഞത് ലീഗലായിട്ടുള്ളതാണ്. ദ ഫിനാൻഷ്യൽ കമ്മീഷൻ ഒക്കെ അപ്രൂവ് ചെയ്തതെന്ന് പറയുന്നത് അവർ നമ്മുടെ അടുത്ത് ആ പ്രൊമോഷൻ വന്നു. അതിൻ്റെ പ്രൊമോഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവസാനം ആയപ്പോഴാണ് അതൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് അതൊരു സെബിയുടെ ഒരു ഗ്രേ ഏരിയ കിടക്കുന്ന ആപ്പാണ്, ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ആപ്പാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൊമോഷൻ നമ്മൾ ടൈം ലൈൻ ആകുന്നതിന് മുമ്പ് തന്നെ അത് കട്ട് ചെയ്ത് കളഞ്ഞു. ആൻഡ് അതിൻ്റെ ലാസ്റ്റിന് ചെയ്തതിൻ്റെ എമൗണ്ടും കിട്ടിയിട്ടില്ല. കാരണം അവർ പറയുന്നതിന് മുന്നേ നമ്മൾ ആഡ് റിമൂവ് ചെയ്തുള്ളൂ, പിന്നെ അതിൻ്റെ പേയ്മെൻറ്റ് അവർ തരത്തില്ല. സോ അങ്ങനെ അതിൻ്റെ പേയ്മെൻറ്റും കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് ചെയ്തത് നമ്മുടെ രാജാവിൻ്റെ വരവ്, ലുഡോ കളിക്കുന്ന. അപ്പോൾ അതെനിക്കറിയാം നിങ്ങളുടെ ഫീഡിൽ വന്ന് നിങ്ങൾ ജീവിതം വെറുതെ കാണും. ഞാനത് എൻ്റെ ചാനലിൽ എവിടെ ഇട്ടിട്ടില്ല. അവരെന്നെ അപ്രോച്ച് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ജസ്റ്റ് വീഡിയോ എടുത്ത് ഇങ്ങനെ കൊടുത്താൽ മതി, അവർ വീഡിയോ എടുത്ത് അങ്ങനെ കൊടുത്താൽ മതി, അവർ റൺ ചെയ്തേക്കാന്ന് പറഞ്ഞു. ഇവരങ്ങ് മൊത്തം റൺ ചെയ്ത് എന്നെ കാണിച്ചത് തന്നെ കുറേ പേര് ഓൾറെഡി ചെയ്തിട്ടുണ്ട് ആക്ടേഴ്സ്. അപ്പോഴും ഞാനത് പിന്മാറണമായിരുന്നു, പക്ഷേ ചെയ്തു പോയി. കാരണം അത് ലീഗലായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്, ഇന്ത്യയിൽ ലീഗലായിട്ടുള്ളൊരു സാധനമാണെന്നാണ് അവർ പറഞ്ഞത്. അത് ലീഗലായിട്ടുള്ളതാണ്, അത് ഗാംബ്ലിംഗ് അല്ല. അത് മറ്റേ ഗെയിം ഓഫ് ചാൻസ്, മറ്റേ ഡ്രീമിലോണോ അതുപോലെ വരുന്ന ഒരു സാധനത്തിൽ വരുന്ന ഒരു ഗെയിം ഓഫ് ചാൻസ് അല്ല, ഗെയിം ഓഫ് സ്കില്ലാണത്. സോ അത് ലീഗലായിട്ടുള്ള കാര്യമാണ് ഇന്ത്യയിൽ. അവരും ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് അതൊക്കെ നോക്കിയാണ്. അത് ലീഗൽ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ആഡ് ചെയ്തതും. പക്ഷേ അത് ഞാൻ ഓർക്കണ്ടായിരുന്നു, കാരണം കുറേ കുട്ടികളും കാര്യങ്ങളൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ അവരത് കണ്ട് ചിലപ്പം അതിലോട്ട് പൈസ ഇടാൻ താല്പര്യപ്പെടും. സോ അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ലായിരുന്നു. സോ ഐ എം സോ സോറി ഫോർ ദാറ്റ്. ഇത് ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ പറഞ്ഞ് പിന്നെ വേറൊരു കമൻറ്റ് ഞാൻ കണ്ടത് ഇതാണ്: പോടാ കോപ്പേ, നീ രാജ് ബെറ്റെക്സ് അംബാസിഡർ അല്ലേ? നീ വെറും ആണ് രാജ് ബെറ്റെക്സ് അംബാസിഡർ. ഓക്കെ, സോ ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത പ്രൊമോഷൻ്റെ കാര്യങ്ങളും മറ്റുമാണ്. ഇതല്ലാണ്ട് എനിക്ക് കുറേ പ്രൊമോഷൻ വന്നിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, ഇതൊക്കെ ബെറ്റിംഗ് ആപ്പിൻ്റെ ആണ് എനിക്ക് വന്നത്. ബെറ്റിംഗ് ആപ്പ്. ഇനി ഇവിടെ ഇത് മൊത്തം ബെറ്റിംഗ് ആപ്പ്, എല്ലാ ദിവസവും വരുന്ന മെയിലുകളാണ് ഇത്. ഓക്കെ, സോ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പ്ലെയിൻ പറക്കുന്ന സാധനവും മറ്റേ പൈസ ഇങ്ങനെ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. മറ്റേ കളറ് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രഡിക്റ്റ് ചെയ്ത് കുത്തുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഇവർ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത്. സോ ഇവർ ഓഫർ ചെയ്ത പൈസ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വർഷത്തേക്ക് എൻ്റെ ചാനലിൽ, മെയിൻ ചാനലിൽ ഞാൻ അവർ പറയുന്ന അത്ര ഒരു സ്പെസിഫിക് എമൗണ്ട് വീഡിയോ ഉണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് 2 ഡിഫൻഡർ വാങ്ങിക്കാനുള്ള പൈസ കിട്ടിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടി ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ഡിഫൻഡർ വെച്ച് ഞാൻ പറഞ്ഞത്. സോ 2 ഡിഫൻഡർ വാങ്ങിക്കാനുള്ള പൈസ ആദ്യമേ തന്നെ അവർ നമുക്ക് ക്രിപ്റ്റോ വഴി അയച്ചു തരും. പിന്നെ ബാക്കി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഇട്ടാൽ മതി. അങ്ങനെ വീഡിയോ ഇടുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. സോ അവർക്ക് എത്ര കൊടുത്തതെന്ന് എനിക്കറിയില്ല. എന്നോട് പറഞ്ഞ അതാണ്, അവർ എമൗണ്ടാണ് പറഞ്ഞത്, ഞാനത് വണ്ടിയുടെ ഇതാക്കി പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇനി മറ്റേ കോടികൾ കേട്ടിട്ട് ഇതാണ് മറ്റാണ് മറിച്ചാണ്. എന്നാലും ഞാൻ അത് ചെയ്തിട്ടില്ല. അത് പ്രോപ്പർ ഗാംബ്ലിംഗ് ആപ്പ് ആയതുകൊണ്ടാണ് അത് ചെയ്യാണ്ടിരുന്നത്. അതുപോലെ തന്നെ വേറൊരു പ്ലാറ്റ്ഫോം ഓഫർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ബിറ്റ് കോയിനാണ്, 1.2 ബിറ്റ് കോയിൻ എന്താണ് അവർ ഓഫർ ചെയ്തത്. ഇതുപോലെ ഒരു 6 മാസം 7 മാസം വീഡിയോയുടെ ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ബിറ്റ് കോയിൻ അവർ നമുക്ക് അയച്ചു. അതിൻ്റെ വില നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. സോ അതൊക്കെ പ്രോപ്പർ ഗാംബ്ലിംഗ് ആപ്പ്, നമ്മൾ പൈസ പോയിട്ട് ഉറപ്പാവും അങ്ങനെ പോകുന്ന ഒരു ആപ്പ്, ആ ഒരു ഏരിയയാണത്. സോ അത് ഞാൻ ചെയ്തിട്ടില്ല. അത് ഞാൻ ആദ്യം അറിയാണ്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അപ്പം തന്നെ കളഞ്ഞ, അതിൻ്റെ പേയ്മെൻറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. സോ ഇത് ഇങ്ങനെ വരുന്ന ആപ്പുകളാണ് ഞാൻ വിചാരിച്ചിരുന്നത് പ്രോബ്ലം ആണെന്ന്. പക്ഷേ അത് ആൾക്കാർ പറഞ്ഞ ബ്രോ മറ്റേ ലുഡോ കളിക്കുന്നതും ഇതാണ്, പക്ഷെ അത് ലീഗലായിട്ടുള്ള സാധനമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്തത്. ആൻഡ് ഞാൻ ഇപ്പോഴും പറയുന്നത് ഐ എം സോ സോറി ഫോർ ഡൂയിങ് ദാറ്റ്.